ഇന്ത്യയുടെ വമ്പൻ തിരിച്ചടി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് തുടങ്ങിയ ആ സമയത്ത് ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്ത ഒരു വാർത്തയുണ്ട്. 600 ഭീകരവാദികളെ നമ്മുടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ വധിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. ആ വാർത്തയ്ക്ക് താഴെ വന്ന ചില കമന്റുകൾ ഞങ്ങളുടെ എഡിറ്റോറിയലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 600 ഭീകരവാദികളെ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം വധിക്കുന്നത്? 600 ഭീകരവാദികളെ വധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമോ? അങ്ങനെ ഒരു റിപ്പോർട്ട് വേറെ ഒന്നിലും കണ്ടില്ലല്ലോ എന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ. പ്രധാനമായും നമ്മുടെ സേനയിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ് ഈ താഴെ കമന്റ് ഇടുന്ന രാഷ്ട്ര സ്നേഹികൾക്കുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ വലിയ രാഷ്ട്ര സ്നേഹികളാണ്, രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ പ്രതിരോധ സംവിധാനം, നമ്മുടെ സേന ഒരു ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് ഇവരുടെ ഈ കമന്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനായിട്ട് കഴിയുന്നത്. നമ്മുടെ സേന 600 ഭീകരർക്ക് നേരെ മിസൈൽ അയക്കുമ്പോൾ ആ 600 ഭീകരിലും അതിൽ കൂടുതൽ ഭീകരരെയും കൃത്യമായി തീർക്കാൻ നമ്മുടെ സേന വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടാണ് ആ മിസൈൽ അയക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ന്യൂസ് ഇന്ത്യ മലയാളത്തിന് നിങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഇന്ത്യ 600 ഭീകരരെ അവിടെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരെ ലക്ഷ്യം വെച്ചാണ് മിസൈൽ അയച്ചത് എന്ന് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം പറയുമ്പോൾ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നവർ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കാണുക. ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് ആ സമയത്ത് കൊടുത്തൊരു സ്ക്രീൻഷോട്ടാണ്. ഇതിൽ കൃത്യമായി അവർ ബ്രേക്കിംഗിൽ പറയുന്നുണ്ട് 600 ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്നുള്ളത്. ന്യൂസ് ഇന്ത്യ മലയാളത്തിന് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഈ 600 ഭീകരരെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും മരിച്ചു കാണും എന്ന് കൃത്യമായി ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ഉറപ്പുണ്ട്. അത് ഇന്ത്യൻ പ്രതിരോധ സേനയിലും ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലും നമ്മുടെ പട്ടാളത്തിലും എയർഫോഴ്സിലും നേവിയിലുമുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ആ വിശ്വാസം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. ഈ 600 ഭീകരരെ ഇന്ത്യ വധിച്ചു കാണും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ മരണപ്പെട്ടു എന്ന് ഇന്ത്യക്ക് അറിയാൻ എന്താണ് നിർവാഹം? അത് പാകിസ്ഥാൻ പറയണം, അല്ലാതെ നമുക്ക് അവിടെ പോയി കണക്കെടുക്കാൻ സാധിക്കില്ല. നമ്മൾ അതിർത്തി പോലും കടക്കാതെയാണ് അവിടെ മിസൈലുകൾ അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ പാകിസ്ഥാൻ അത് പറയില്ല. കാരണം പാകിസ്ഥാന് വമ്പൻ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്നത് 12 പേരെ മരിച്ചുള്ളൂ, 15 പേരെ മരിച്ചുള്ളൂ, 20 പേരെ മരിച്ചുള്ളൂ എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത്. കാരണം അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കേണ്ടത് വലിയൊരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഉള്ള വാദങ്ങളൊക്കെ നിരത്തുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക ഈ രാഷ്ട്ര സ്നേഹികൾ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ അങ്ങോട്ടേക്ക് 600 പേരെ കൊല്ലാനായി മിസൈലുകൾ അയക്കുമ്പോൾ അത് കൃത്യമായി ലക്ഷ്യം ഭേദിച്ചുവെന്നും അത് സമ്പൂർണ്ണ വിജയമായിരുന്നുവെന്നും നമ്മുടെ ഇന്ത്യൻ ആർമിയും നമ്മുടെ ഇന്ത്യൻ മറ്റു പട്ടാള സേനാംഗങ്ങളും എല്ലാം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മുടെ പ്രതിരോധ സേന എന്ത് ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിനെ ചോദ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പാകിസ്ഥാനിൽ ഈ 600 പേർ മരിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല. അതിൻ്റെ കണക്കെടുപ്പ് നടത്താൻ പാകിസ്ഥാൻ സഹായിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞിരിക്കുന്നത് 100 ഭീകരർ നമ്മുടെ അറിവിൽ ഇപ്പോൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അറിയാത്തതായി എത്ര ഭീകരർ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് പാകിസ്ഥാനാണ് പുറത്തു പറയേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഇവിടെ 12 കാഷ്വാലിറ്റികളെ ഉള്ളൂ, ഇന്ത്യയുടെ 5-6 വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലും വിശ്വസിക്കുന്ന രാഷ്ട്ര സ്നേഹികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ബലാക്കോട്ടിൽ ആക്രമണം നടന്നപ്പോൾ പാകിസ്ഥാൻ എന്താണ് പറഞ്ഞത്? പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ഇന്ത്യ ബോംബ് വർഷിച്ചത്, ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഇതേ പാകിസ്ഥാൻ UN-ൽ ചെന്ന് എന്താണ് പറഞ്ഞത്? UN-ൽ ചെന്ന് പരിതപിച്ചത് പാകിസ്ഥാൻ ഞങ്ങളുടെ 200 ജവാന്മാർ മരിച്ചു, 300 പേർ മരിച്ചു എന്നൊക്കെയാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാന്റെ വായിൽ നിന്ന് പുറത്ത് ആ സംഭവം വന്നു പോയതാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമായി കണക്കാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബലാക്കോട്ടിൽ ആക്രമണം പൈൻമരങ്ങൾക്ക് മുകളിലാണെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പല ആൾക്കാരും പാകിസ്ഥാന്റെ ആ വാദം ഏറ്റെടുത്തു. ശരിയാണ്, ബലാക്കോട്ടിൽ ആരും മരിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ തന്നെ UN-ൽ ചെന്നത് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇനി വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞ് പാകിസ്ഥാൻ ഇതുപോലുള്ള ഏതെങ്കിലും അന്താരാഷ്ട്ര വേദികളിൽ ഞങ്ങളെ അന്ന് ഇന്ത്യ അടിച്ചു, യാതൊരുവിധ കാരണവുമില്ലായിരുന്നു, 1000 പേർ മരിച്ചു, 1200 പേർ മരിച്ചു എന്നൊക്കെ അവർ പറഞ്ഞേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്.
എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാനിൽ 600 ഭീകരരെ ഇന്ത്യ ലക്ഷ്യം വെച്ച് മിസൈൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ 600 ഭീകരരും അതിലേറെ പേരും മരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ ഇപ്പോൾ കാണുന്ന വെപ്രാളം. വെറും 12ഉം 13 പേരുമാണ് മരിച്ചതെങ്കിൽ പാകിസ്ഥാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് വെപ്രാളം കാണിക്കുന്നത്, ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നത് എന്ന് ഈ രാഷ്ട്രസ്നേഹികൾ തന്നെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഗ്രാവിറ്റിയാണ് ഇന്ത്യ അവിടെ നടത്തിയ ആക്രമണങ്ങൾക്കുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ ഈ വെപ്രാളം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.